നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച FCRA നിയമ ഭേദഗതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൌൺസിൽ തൃശൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മാടിക്കത്തറ പഞ്ചായത്ത് LDF റാലി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറയ്ക്കൽ പൂരം ആഘോഷിച്ചു. നെല്ലങ്കര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച FCRA നിയമ ഭേദഗതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൌൺസിൽ തൃശൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധം അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ ആൻഡോ തൊറയൻ, സെബാൻ നടക്കലാൽ, ലീല വർഗീസ്, ജെയിംസ് മുട്ടിക്കൽ, നോബി മണ്ണുത്തി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിയമം കൊണ്ടുവരുന്നത് വിദേശ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിനായിട്ട്, വികസന പ്രവർത്തികൾ നടത്തുന്നതിനായിട്ട് ധാരാളം ഫണ്ടുകൾ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യ ഇത്രമാത്രം പുരോഗമിപ്പിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ സ്വീപ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സ്വീപ് തൃശൂർ സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജവഹർ ബാലഭവനിൽ ഒരുക്കിയ ഏകദിന ഫോട്ടോ പ്രദർശനത്തിൽ ഇലക്ഷന്റെ ചരിത്രം വിളിച്ചോതുന്ന ചിത്രങ്ങൾക്ക് പുറമെ ബോർഡ് ഗെയിമുകൾ, വെർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾ തുടങ്ങിയ വിവിധ ആകർഷകമായ പരിപാടികളും ഒരുക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പൊതുജനങ്ങളെ അവബോധരാക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് കളക്ടറും സ്വീപിന്റെ നോഡൽ ഓഫീസറുമായ സ്വാതി മോഹൻ റാത്തോഡ്, സ്വീപിന്റെ ജില്ലാ അംഗങ്ങൾ, ജില്ലയിലെ വിവിധ കോളേജിലെ വിദ്യാർത്ഥികളും ഫോട്ടോ പ്രദർശനം കാണുവാൻ എത്തിയിരുന്നു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറയ്ക്കൽ പൂരം ആഘോഷിച്ചു. മധ്യകേരളത്തിലെ 1443 വർഷം പഴക്കമുള്ള പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ പ്രധാന പങ്കാളിയാണ് നെട്ടിശ്ശേരി മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിലെ 108 ശാസ്താക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ടതും ഭാരതത്തിലെ അപൂർവമായ മത്സ്യാവതാരമൂർത്തി പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള 8 പ്രതിഷ്ഠകളുള്ളതും 21 പ്രധാന ആണ്ടുവിശേഷങ്ങളും 5 പ്രധാന മാസവിശേഷങ്ങളുമുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ വർഷത്തെ പൂരം ഏപ്രിൽ 1 രാവിലെ ക്ഷേത്ര ചടങ്ങുകളോടെ ആരംഭിച്ചു. രാവിലെ 5:30 നിർമ്മാല്യം, 6:30 വിളക്കാചാരം, ഉച്ചപൂജ തുടങ്ങി ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം രാവിലെ 8:30 കൂട്ടാല വിഷ്ണു ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടത്തും. ഉച്ചയ്ക്ക് 11 മണിക്ക് അന്നദാനം. തുടർന്ന് 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ നെട്ടിശ്ശേരി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം നടത്തും. തുടർന്ന് നിറമാല ചുറ്റുവിളക്ക്, ഒല്ലൂക്കര തൃക്കോവ് ശിവക്ഷേത്രത്തിൽ ശ്രീ ധർമ്മശാസ്താവിനെ സ്വീകരണവും ഇറക്കി പൂജയും തുടർന്ന് പറയെടുപ്പും നടത്തും. രാത്രി 10:30 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ചിറക്കൽ പൂരം എഴുന്നള്ളിപ്പ് തൃപ്രയ രമേശന്മാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം നടക്കും. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ 4 കൊടിക്കുത്ത്, 25 കലശപൂജ, ഉച്ചപൂജ, ശ്രീഭൂതബലി ആചാരത്തോടെ പൂരം സമാപിക്കും.
നെല്ലങ്കര ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 8:30 ഉച്ചപൂജ, 9:30 ഭക്തിഗാനവും എന്നീ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 11 പ്രസാദ ഊട്ടും നടത്തി. തുടർന്ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഉച്ചതിരിഞ്ഞ് 3 മേളം നടത്തി. രാത്രി 7:15 അഭിഷേക് മുണ്ടൂർ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പക നടത്തും. രാത്രി 9 പഞ്ചവാദ്യം എഴുന്നള്ളിപ്പോടെ പൂരം സമാപിക്കും. പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന നെല്ലങ്കര അംബേദ്കർ സ്ക്വയർ മൈതാനിയിൽ KL64 മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. തൃശൂരിൽ ആവേശം വിതറി രാജൻ ജെ പല്ലിന്റെ പര്യടനം. വിൽവട്ടം മണ്ഡലം വാഹന പ്രചരണ യാത്രയ്ക്ക് വൻ ജനപിന്തുണ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ ആവേശകരമായി തുടരുന്നു. സ്ഥാനാർത്ഥിയുടെ വിൽവട്ടം മണ്ഡലം തല വാഹന പ്രചരണ യാത്ര പെരിങ്ങാവ് സെന്ററിൽ ആരംഭിച്ചു. മുൻ ഡെപ്യൂട്ടി മേയർ സുബി ബാബു വാഹന പ്രചരണ യാത്ര ഉദ്ഘാടനം ചെയ്തു. വികസന മുരടിപ്പിനെതിരെയും ജനപക്ഷ രാഷ്ട്രീയത്തിനു വേണ്ടിയും തൃശൂർ ഇത്തവണ UDFനൊപ്പം നിൽക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ TV ചന്ദ്രമോഹൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വിൽവട്ടം മണ്ഡലം പ്രസിഡന്റ് നിഖിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC സെക്രട്ടറി ശിവരാമകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, കൌൺസിലർമാരായ വില്ലി ജിജോ, ഷിബു പൊറത്തൂർ, അരുൺ TS, ഷാരി കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വാർഡുകളിലൂടെ സഞ്ചരിച്ച പ്രചരണ ജാഥയ്ക്ക് വലിയ സ്വീകരണമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്നും ലഭിച്ചത്. വ്യാപാരി സുഹൃത്തുക്കളെ, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങളെ നേരിട്ട് വന്ന് വീട്ടിൽ വന്ന് കണ്ട് സംസാരിച്ച് അനുഗ്രഹം വാങ്ങി വോട്ട് ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഒരു അസംബ്ലി മേഖലയാവുമ്പോൾ 10,000-കണക്കിന് വീടുകളുണ്ട്. ആ വീടുകളിൽ വന്ന് നിങ്ങൾ നേരിട്ട് വോട്ട് ചോദിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. സമയക്കുറവ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും മാസങ്ങളെടുക്കും. മറ്റേയാളെ കാണുമ്പോൾ തന്നെ ആളുകൾ ഇനി പോയിട്ടില്ല ഇവിടുന്ന് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലാണുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ഡിവിഷനിലുള്ള ആളുകളെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് കോർപ്പറേഷൻ്റെ തുടക്കം മുതൽ തുടർച്ചയായി വിജയിച്ചുകൊണ്ട് ഇപ്പോഴും വിജയിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന ശ്രീ രാജൻ പല്ലനെ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തൊരു നേതാവാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിജയം മാത്രമല്ല നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ വാണിജ്യ സിലിണ്ടറിനെ 195.5 രൂപ കൂട്ടി. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്നതിനിടെ രാജ്യത്തെ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കുത്തനെ വർദ്ധിപ്പിച്ചു. 195 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. രാജ്യാന്തര തലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നതോടെയാണ് നടപടി. മാർച്ച് 1 114 രൂപ 50 പൈസ വർദ്ധിച്ചിരുന്നു. പുതുക്കിയ വർധനയോടെ 19 കിലോ സിലിണ്ടറിന് ഡൽഹിയിൽ 2078.50 പൈസ നൽകേണ്ടി വരും. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. മാർച്ച് 7 ഗാർഹിക സിലിണ്ടറിന്റെ വില 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു.
920 രൂപയാണ് കൊച്ചിയിൽ 14.2 കിലോയുള്ള ഗാർഹിക സിലിണ്ടറിന് വില. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ രാജ്യാന്തര നിരക്ക് അനുസരിച്ച് എല്ലാ മാസവും വില നിരക്ക് പുതുക്കാറുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇന്ധനവിലയിൽ 50% വർധനയാണ് ഉണ്ടായത്. ഹോർമോസ് കടലിടുക്ക് ഏറെക്കുറെ അടഞ്ഞതോടെ ഇന്ധന നീക്കത്തിൽ വൻ പ്രതിസന്ധിയും ഉടലെടുത്തിരുന്നു. പ്രീമിയം പെട്രോളിനും വിമാന ഇന്ധനത്തിനും വില വൻതോതിൽ വർദ്ധിച്ചിരുന്നു. ഇന്ധനവില ഇരട്ടിയായതോടെ വിമാന ടിക്കറ്റ് നിരക്കുകളിലും കാര്യമായ വർധന പ്രതീക്ഷിക്കാം. ഗൾഫിൽ നിന്നടക്കം സർവീസുകൾ വൻതോതിൽ തടസ്സപ്പെട്ടത് വിമാന കമ്പനികൾക്ക് വൻ നഷ്ടമുണ്ടായിരിക്കുന്നു. അതേസമയം പെട്രോൾ, ഡീസൽ വിലവർധന തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ഇന്ധന നികുതിയിൽ വൻ കുറവ് വരുത്തിയിരുന്നു. പെട്രോൾ നികുതി ലിറ്ററിന് 10 രൂപ കുറയ്ക്കുകയും ഡീസലിന്റെ തീരുവ ഒഴിവാക്കുകയുമാണ് ചെയ്തത്. ഇന്ധന കയറ്റുമതിയുടെ തീരുവ വർദ്ധിപ്പിക്കുകയും ചെയ്തു. വളരെ ദുഃഖകരമായ സാഹചര്യമാണ്. ഒന്നാമത് തീരെ കിട്ടാനില്ല, പിന്നെ പിറകിലാണ് ചെയ്യണത്, അമിത വിലയായി, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് തന്നെയല്ല, എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊരു ഇരുട്ടടി പോലെ ഈ ഗ്യാസിന്റെ വില കൂടി. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റും ഇതാകുമ്പോൾ ഒരു നിലയ്ക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. മണ്ണെണ്ണയും കിട്ടാനില്ല. അതുകൊണ്ട് പഴയ മണ്ണെണ്ണ സ്റ്റവ് കണ്ടുപിടിച്ച് അതിൽ ഡീസൽ ഒഴിച്ച് അതാണ് ഉപയോഗിക്കുന്നത് ചായക്ക്. ബാക്കി പൊറോട്ട, ചോറ് കാര്യങ്ങളൊക്കെ വിറകടുപ്പ് ഉപയോഗിക്കുന്നു. വിറകും കിട്ടാനില്ല. ഇപ്പോൾ അത് കാരണം ഇതിന് ഭയങ്കര ഡിമാൻഡായി. വില കൂട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒന്നാമത് ഈ വിറകിന്റെ മുന്നിൽ നിന്ന് പണിയുമ്പോൾ പണിക്കാർ പണിയില്ല. അവർ പണിയുന്നവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരും. പിന്നെ അത് തന്നെയല്ല, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ ഇല്ലാണ്ടായി. ഗ്യാസ് കാര്യങ്ങളും ഇല്ലാണ്ടായപ്പോൾ പിന്നെ മറ്റു സാധനങ്ങൾക്കും അമിത വിലയായി. എല്ലാം നല്ല വിലയായി. വില കൂട്ടാണ്ട് ഒരു നിലയ്ക്കും പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ്
എൻ്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. മുൻ LDF മേയർ കോൺഗ്രസിലേക്ക്. കോൺഗ്രസ് വിട്ട് LDFനൊപ്പം ചേക്കേറിയ മുൻ തൃശൂർ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയായ രാജൻ ജെ പല്ലിനു വേണ്ടി പ്രവർത്തിക്കും. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച അദ്ദേഹത്തെ ചേർത്താനാണ് LDF കോർപ്പറേഷൻ ഭരണം സ്വന്തമാക്കിയത്. നേരത്തെ സുരേഷ് ഗോപിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതടക്കം പലവിധ വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിട്ടും BJP സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രചരണങ്ങൾ നടന്നിട്ടും കൃത്യമായി മറുപടി പറയാതെ ഇരുന്ന അദ്ദേഹം ഇപ്പോഴാണ് നിലപാട് വ്യക്തമാക്കിയത്. നേരത്തെയും മാതൃപാർട്ടിയായ കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഒല്ലൂർ എടക്കുന്നി ഉത്രം വിളക്കിനോടനുബന്ധിച്ച് കിഴക്കൂട്ട് അനിയന്മാരുടെ പ്രമാണിത്വത്തിൽ നടന്ന പഞ്ചാരിമേളത്തിന്റെ പതികാലത്തിലെ ആദ്യ ശകലങ്ങൾ.
പ്രായമുള്ളവരും വീട്ടമ്മമാരും ഹൃദയത്തിലിടം നൽകിയ കെ രാജൻ ഒല്ലൂരിൽ അജയൻ എന്ന് തെളിയിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്നു. രണ്ടാം ഘട്ട പൊതുപര്യടന പരിപാടി ഇന്നലെ നെടുപുഴ കൊട്ടിയാട്ടിൽ മൂലയിൽ നിന്ന് ആരംഭിച്ച് ഒല്ലൂർ കെ മാധവൻ സ്മാരക വായനശാല പരിസരത്ത് രാത്രിയോടെ സമാപിച്ചു. ഒല്ലൂർ മണ്ഡലത്തിലെ 10 വർഷത്തെ വികസന തുടർച്ചയുടെ കാഹളമായിരുന്നു ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും കാണാനായത്. ഒല്ലൂർ ഇനി എങ്ങനെ വളരണമെന്ന പുത്തൻ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച ഇടതു സ്ഥാനാർത്ഥി നാടിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ച ലക്ഷ്യമിട്ടുള്ള നിരവധി ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. 2016 ആദ്യമായി വോട്ട് തേടിയെത്തുമ്പോൾ കുണ്ടും കുഴിയും നിറഞ്ഞ നെടുപുഴയിലെ റോഡുകൾ ഇന്ന് BMBC നിലവാരത്തിലേക്ക് ഉയർത്തിയതിന്റെ നന്ദിയും സ്നേഹവും അവിടുത്തുകാർ നൽകിയ വരവേൽപ്പിലൂടെ നൽകി. സ്ഥാനാർത്ഥിയെത്തുന്ന കേന്ദ്രങ്ങളിലെല്ലാം വൻ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. പ്രത്യേകിച്ച് വയോധികരായ വോട്ടർമാർക്കിടയിൽ കെ രാജന് ലഭിക്കുന്ന സ്വീകരണം ചിന്തിക്കാവുന്നതിലും അതീതമാണ്. കുടിശ്ശിക വരുത്താതെ ക്ഷേമ പെൻഷൻ നൽകി കാലാവധി പൂർത്തിയാക്കുന്ന ഇടത് സർക്കാരിനോടുള്ള സന്തോഷം പങ്കുവയ്ക്കാനും തങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിനിധിയെ നേരിൽ കാണാനുമായി ഇന്നലെ നെടുപുഴയിൽ ഒത്തുകൂടിയവരിൽ ഭൂരിഭാഗവും വൃദ്ധജനങ്ങളായിരുന്നു. നെടുപുഴ ലക്ഷം വീട് പരിസരം, ഹർബർട്ട് നഗർ, പനമുക്ക് സെന്റർ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി. വൈകുന്നേരത്തോടെ തിരുത്തൂർ അമ്പല പരിസരം, വെയർ ഹൌസ്, പോപ്പ് ജോൺ നഗർ, ജാസ്മിൻ റോഡ്, ത്രിവേണി സോയൽ, നവജ്യോതി, മരിയാപുരം തുടങ്ങിയ മേഖലകളിൽ പര്യടനം പൂർത്തിയാക്കിയാണ് സമാപന കേന്ദ്രത്തിലെത്തിയത്. വൈകിട്ട് മാടക്കത്ര, താണിക്കുടം മേഖലാ കമ്മിറ്റികളുടെ സംയുക്ത റാലിയെ അഭിസംബോധന ചെയ്ത് CPI പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാര്യട്ട് സംസാരിച്ചിരുന്നു. പര്യടന പരിപാടിക്കിടെ സ്ഥാനാർത്ഥി കെ രാജൻ താണിക്കുടത്ത് നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലും എത്തി. ഒല്ലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനം പുത്തൂർ മണ്ഡലത്തിലെ മണ്ണാവു സെന്ററിൽ നിന്ന് ആരംഭിച്ചു. സ്ഥാനാർത്ഥി പര്യടനം മുതിർന്ന കോൺഗ്രസ് നേതാവ് VV മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റീസൻ വർഗീസ്, ജേജു സെബാസ്റ്റ്യൻ, ജോണി ചിറയത്ത്, ബിന്ദു സേതുമാധവൻ, ആൽജു ചാണ്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മരത്താക്കര, പുഴമ്പളം, ഇളംതുരുത്തി, കൈനൂർ, പുത്തൂർ, കുരിശുമൂല, തോണിപ്പാറ, വെട്ടുകാട്, പൊന്നൂക്കര, ചെമ്പങ്കണ്ടം, മരോട്ടിച്ചാൽ, വല്ലൂർ, മാനാമംഗലം തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ സ്വീകരണം നൽകി. മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ നൽകിയ സ്വീകരണത്തിന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് നന്ദി പറഞ്ഞു. 10 വർഷക്കാലം ഇവിടെ ഒരു വ്യവസായമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. നമ്മുടെ കുട്ടികൾ സാങ്കേതിക ജ്ഞാനം സ്വായത്തമായ കുട്ടികൾക്ക് IT പാർക്കുകളോ അതുപോലത്തെ സാങ്കേതിക ജ്ഞാനം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളോ വ്യവസായശാലകളോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. സ്വകാര്യ വ്യക്തികൾ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങൾക്ക് എങ്ങനെ തടയിടണമെന്ന് ആലോചിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ മേഖലയിൽ ജോലി കൊടുക്കാൻ, തൊഴിൽ കൊടുക്കാൻ ഒരു സ്ഥാപനം പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ടൂറിസം മേഖല. ബീച്ച് ഡാമും, ചുള്ളിക്കാവ് ചെറിയ മലപ്പങ്കത്തും, ഓലക്കാരും, വെള്ളച്ചാട്ടം, പുത്തൂർ കായലും ഒന്നും സന്ദർശകർക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായിട്ടില്ല. 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി പൂർത്തീകരിക്കുന്ന സുയോജിക പാർക്ക് 12 വർഷം കഴിഞ്ഞിട്ട് പൂർത്തീകരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ നാടകത്തിന് വേണ്ടി ഉദ്ഘാടനം നടത്തുകയല്ലാതെ മൃഗങ്ങളെ കൊണ്ടുവരാനോ ലോകത്തിന് നിലവാരത്തിൽ എത്തിക്കാനോ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ നിയോജകമണ്ഡലത്തിലെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി 3 സ്കൂൾ ഗ്രൗണ്ടുകൾ 4 വർഷമാണ് പൊളിച്ചിട്ടുള്ളത്. ഇതുവരെ അതിന് ടർഫ് ഫുട്ബോൾ കോർട്ടോ ടർഫ് ഷട്ടിൽ കോർട്ടോ ഇൻഡോർ ഷട്ടിൽ കോർട്ടോ അത് ക്രിക്കറ്റ് കോർട്ടോ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കായിക രംഗം വികസിപ്പിക്കാൻ വേണ്ടി യാതൊരു നടപടിയെടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് പട്ടയ വിഷയവും അതുപോലെ തന്നെ വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങളിൽ യാതൊരുവിധ സത്വരമായ നടപടികൾ എടുക്കാൻ പറ്റിയില്ല. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കോളേജ് അതിനെ ഒരു കെട്ടിടമോ സ്ഥലമോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒല്ലൂരിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. കേരളത്തിന്റെ സ്ഥിതി വ്യത്യസ്തമല്ല. വിലക്കയറ്റം കൊണ്ട് സാധാരണക്കാരൻ പ്രതിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കയറി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ലോട്ടറി വിറ്റിട്ട് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു. ക്ഷേമനിധി പെൻഷൻ കൊടുക്കുന്നില്ല. ടൂറിസ്റ്റ് ബസ് കളറാക്കുവാൻ 1 ലക്ഷം ഈടാക്കാൻ നീക്കം. ടൂറിസ്റ്റ് ബസിനെ കളർ അടിക്കുവാൻ 1 ലക്ഷം രൂപ ഫീസ് ഈടാക്കുവാൻ ശുപാർശ. കഴിഞ്ഞ 9-ന് ചേർന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നിറമാറ്റം പരിഗണിച്ചുവെങ്കിലും
തീരുമാനമെടുക്കാതെ സർക്കാരിനെ കൈമാറുകയായിരുന്നു. പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വരും മുൻപ് ഗതാഗത വകുപ്പാണ് ഫീസ് ഈടാക്കുവാൻ തീരുമാനിച്ച് ഫയൽ നിയമവകുപ്പിന് കൈമാറിയത്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ ഇതിൽ തീരുമാനമെടുത്തിട്ടില്ല. 2022 ഒക്ടോബറിൽ 9 ജീവനുകൾ നഷ്ടമായ വടക്കാഞ്ചേരി ബസ് അപകടത്തെ തുടർന്നാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളനിറം നിർബന്ധമാക്കിയത്. ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കെ എടുത്ത തീരുമാനം തുടർന്ന് മന്ത്രിയായ KB ഗണേഷ് കുമാർ പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നു. ഗണേഷ് കുമാർ മന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം 2024 ജൂലൈയിൽ നിറമാറ്റം വീണ്ടും STA പരിഗണനയിൽ എത്തിയെങ്കിലും വിവാദങ്ങളെ തുടർന്ന് മാറ്റിവെച്ചു. ഇതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ STA യോഗം പരിഗണിച്ചത്. അംഗങ്ങൾ നിറമാറ്റത്തിൽ ഏകാഭിപ്രായത്തിൽ എത്താത്തതിനെ തുടർന്നാണ് സർക്കാരിനെ ഫയൽ തിരികെ കൈമാറിയത്. ഇതിനിടെ ഫീസ് ഈടാക്കുമെന്ന നിർദ്ദേശവും ഇടം പിടിച്ചു. മറ്റു ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിക്കും വിധമുള്ള ചിത്രങ്ങളും വർണ്ണങ്ങളും ടൂറിസ്റ്റ് ബസ്സുകളിൽ പതിക്കുന്നതിനെ 2019 ഹൈക്കോടതി വിലക്കിയിരുന്നു. തുടർന്നാണ് ഏകീകൃതം നിറം ഏർപ്പെടുത്തിയത്. ഇതിൽ മാറ്റം വരുന്നത് കോടതി അലക്ഷ്യമാകുമെന്ന ഉപദേശവും ഗതാഗത വകുപ്പിന് ലഭിച്ചിരുന്നു. ഫീസ് ഈടാക്കി നിറമാറ്റം അനുവദിക്കുവാനുള്ള നീക്കത്തെ ഒരു വിഭാഗം ബസ്സുടമകളും എതിർക്കുന്നുണ്ട്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വീണ്ടും വാർത്തയിലേക്ക്. LDF സ്ഥാനാർത്ഥി K രാജൻ PG ITIയിൽ വോട്ട് ചോദിച്ചെത്തി. ഒല്ലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാജൻ PG ITIയിലെത്തി വോട്ട് ചോദിച്ചു. ഇന്ന് രാവിലെ 11:15 ITIയിൽ എത്തിയ രാജനെ SFI വിദ്യാർത്ഥികൾ സ്വീകരിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിലെ LDFന് വോട്ട് ചെയ്യണമെന്ന് വിദ്യാർത്ഥികളോടും കോളേജ് അധികൃതരോടും അഭ്യർത്ഥിച്ചു. തുടർന്ന് വിലങ്ങന്നൂർ, പായക്കണ്ടം പ്രദേശത്തും ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. LDF നേതാക്കളായ EM വർഗീസ്, ജിനേഷ് PG, സ്വപ്ന രാധാകൃഷ്ണൻ, അജിത മോഹൻദാസ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്നല്ല, നമ്മൾ വിജയിക്കണം എന്ന് നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. ITI നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. ഈ ITI ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുപാട് പാട് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമുക്ക് ITI ഒരു സംവിധാനം ഇവിടെ കിട്ടിയത്. അന്നത്തെ പഞ്ചായത്തിൻ്റെ ഒരിടപെടലിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പരിമിതമെങ്കിലും ഇപ്പോൾ ഉള്ള സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. 2027 നമുക്ക്
ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട മനോജിനെ ജയിലിലാക്കി. തൃശൂർ റേഞ്ച് ഡിഐജിയുടെ കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് ലംഘിച്ച് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട കിഴക്കേവളവിൽ വീട്ടിൽ മനോജ് എന്നയാളെയാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO KT ബിജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മനോജ് 2 വധശ്രമ കേസിലും സ്ത്രീയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ ഒരു കേസിലും സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച 2 കേസിലും 4 അടിപിടി കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത 8 കേസുകളിലും അശ്രദ്ധമായി വാഹനമോടിച്ച് മറ്റൊരാൾക്ക് പരിക്കേൽപ്പിക്കുകയും മദ്യലഹരിയിൽ വാഹനമോടിക്കുക എന്നിങ്ങനെയുള്ള കേസുകളടക്കം ആകെ 25 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കുണ്ടുകാട് അമ്പലപ്പാട് താണിക്കത്തടത്തിൽ സഞ്ചൽ നിര്യാതനായി. 24 വയസ്സായിരുന്നു. സംസ്കാരം കുണ്ടുകാട് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച FCRA നിയമ ഭേദഗതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൌൺസിൽ തൃശൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മാടിക്കത്തറ പഞ്ചായത്ത് LDF റാലി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറക്കൽ പൂരം ആഘോഷിച്ചു. നെല്ലങ്കര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.